ഉത്രാടപ്പൂവിളിയിൽ കേരളമുണരുകയായി പുത്തിരയാടും ഓണാട്ടുകരയ്ക്ക് ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത ഭാഷ കൊണ്ടും വേഷം കൊണ്ടും അതുപോലെ തന്നെ ഭക്ഷണം കൊണ്ടുമുള്ള ഒരു പ്രത്യേക സവിശേഷതകളുണ്ട്. കാരണം ഓണാട്ടുകാരുടെ ഭക്ഷണപ്പെരുമ എന്ന് പറയുന്നത് ഓണാട്ടുകാരിലെ സദ്യയ്ക്ക് തന്നെ ഒരു പ്രത്യേകതയാണ്. അതിൻ്റെ ഈ സ്ഥാനം തെറ്റി വിളമ്പിയാൽ എന്ന് കാരണവന്മാർ വഴക്ക് പറയും. ഓരോ ഉപദംശങ്ങളും വിളമ്പുന്നതിന്, ഇലയിൽ വിളമ്പുന്നതിന് പ്രത്യേക പച്ചടി എവിടെ വിളമ്പണം, അവിയൽ എവിടെ വിളമ്പണം, ഈ കിച്ചടി എവിടെ വിളമ്പണം, ഉപ്പിലിട്ടത് എവിടെ വിളമ്പണം, ഇങ്ങനെ ഓരോ ഇലയിൽ ഈ ഉപദംശങ്ങൾ വിളമ്പുന്നതിന് സ്ഥാനനിർണയം പോലുമുണ്ട്. മാത്രമല്ല അതിൻ്റെ ആ ഭക്ഷണത്തിൻ്റെ ഒരു രുചിഭേദത്തിൽ ഒരുപക്ഷെ ഓണാട്ടുകാരെ സദ്യ, ഇപ്പം ഞാൻ എന്നെ തന്നെ പുകഴ്ത്തി പറയുന്നതിനകത്ത് അർത്ഥമില്ലെങ്കിൽ പോലും അതിന് ഒരു ശാസ്ത്രീയതയുണ്ട്. ഇപ്പോൾ ഓണാട്ടുകാരിലെ ഭക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്നിപ്പം ഷവർമ്മ കഴിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ മരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ കുഴിമന്തി കഴിച്ച് മരിക്കുകയാണ്. ശരാശരി ഒരു മാസം എനിക്ക് തോന്നുന്നു 100-ൽ താഴെ ആളുകൾ ശരാശരി ഭക്ഷ്യവിഷബാധയിൽ ആശുപത്രിയിൽ ചികിത്സ തേടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അടുക്കള പൂട്ടി ഹോട്ടലിൽ ഭക്ഷണമാക്കിയ ഒരു പുതിയ കാലത്തിൻ്റെ ഏറ്റവും വലിയ ദുര്യോഗം കൂടിയാണത്. അവിടെയാണ് ഓണാട്ടുകരയിലെ ഭക്ഷണത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മഹിമയെക്കുറിച്ചും അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചും നമ്മളിപ്പോൾ വിലയിരുത്തേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഗവേഷണവും പഠനവും ആവശ്യമാണ് എന്ന് പറയുന്ന കൂട്ടത്തിലാണ് ഞാൻ. കാരണം ഓണാട്ടുകരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് അസ്ത്രം. ഇപ്പോൾ പലയിടത്തും ചെന്ന് പറയുമ്പോൾ അസ്ത്രമോ, അങ്ങനെ ഇപ്പം നമ്മൾ കോഴിക്കോടോ കണ്ണൂരോ ഒക്കെ ചെന്നിട്ട് അസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അവർക്ക് മനസ്സിലാവില്ല. അവരെ ഒന്നുകൂടെ എടുത്ത് ചോദിക്കും. അസ്ത്രം അവർക്കറിയാവുന്ന അസ്ത്രം അമ്പും വില്ലും എയ്യുന്ന അസ്ത്രത്തെക്കുറിച്ചാണ്. അപ്പം ഇത് ഇപ്പം മാസ്കറ്റ് ഹോട്ടലിലെ 5 കോഴ്സ് ഡിന്നറിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന സൂപ്പിനേക്കാൾ രുചിദായകമായ പോഷകസമ്പുഷ്ടമായ ഒരു സൂപ്പാണ് ഓണാട്ടുകരയിലെ അസ്ത്രം. ചേമ്പും കാച്ചിലും ചേനയും ചെറുകിഴങ്ങും നനകിഴങ്ങും തുടങ്ങിയുള്ള നാനാജാതി കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ വെള്ളരിക്ക, കുമ്പളങ്ങ തുടങ്ങിയുള്ള എല്ലാവിധമായ പച്ചക്കറികൾ, ഒരുപക്ഷെ അതിൽ ചേരാത്തതായി ഒന്നുമില്ല. എല്ലാവിധമായ കിഴങ്ങ് വർഗ്ഗങ്ങളും പച്ചക്കറികളും ചേരുന്ന ഒന്നാണ് അസ്ത്രം. അത് ശരിക്കും പറഞ്ഞാൽ ഈ മണ്ണിലില്ലാത്തതായി ഒന്നുമില്ല. ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ മണ്ണിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ എല്ലാവിധമായ സാധനങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളാണ് ഏറ്റവും കൂടുതൽ വലിച്ചെടുക്കുന്നത്. ഇപ്പം മണ്ണിൽ സ്റ്റിറോയിഡുണ്ട്. ഇപ്പം നമ്മൾ രോഗപ്രതിരോധ ശക്തിക്ക് വേണ്ടി പലപ്പോഴും കൃത്രിമ സ്റ്റിറോയിഡാണ് കുത്തിവയ്ക്കുന്നത്. ഏത് രോഗം, ഇപ്പം ക്യാൻസറിന് ചികിത്സയുടെ ഭാഗമാണ് സ്റ്റിറോയിഡ് ഇഞ്ചക്ട് ചെയ്യാറുണ്ട്. പക്ഷേ ആ സ്റ്റിറോയിഡ് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ വരുന്ന കുഴപ്പമെന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ നമ്മളുടെ സന്ധിബന്ധങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ചില ഭാഗങ്ങൾ വല്ലാതെ വലുതാവുകയും അതിൻ്റെ ആകൃതിക്കും പ്രകൃതിക്കും വ്യത്യാസം വരികയും ചെയ്യും. അത് കൃത്രിമമായ സ്റ്റിറോയിഡ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അതേസമയം മണ്ണിൽ സ്റ്റിറോയിഡുണ്ട്. ഈ മണ്ണിലില്ലാത്തതായി ഒന്നുമില്ല. ഈ മണ്ണിലെ സ്റ്റിറോയിഡ്, മണ്ണിൽ അടങ്ങിയിരിക്കുന്ന ഈ രോഗപ്രതിരോധ ശക്തി നൽകുന്ന സ്റ്റിറോയിഡ് അത് ഈ കിഴങ്ങ് വർഗ്ഗങ്ങളാണ് ഏറ്റവും കൂടുതൽ വലിച്ച് ആഹരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും നമ്മൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ ചേർത്ത ഭക്ഷണം കഴിക്കണമെന്നുള്ള നിഷ്കർഷയിൽ നിന്നാണ് ഈ കാർത്തിക പുഴുക്കും അതുപോലെ തന്നെ തിരുവാതിര പുഴുക്കും ഉണ്ടായത്. തിരുവാതിരയ്ക്ക് എട്ടങ്ങാടി പുഴുക്ക്. ഇപ്പോൾ തിരുവാതിരയ്ക്ക് നമ്മൾ പൊറോട്ടയല്ലോ കഴിക്കുന്നത്, തിരുവാതിര പുഴുക്കല്ലേ കഴിക്കുന്നത്. അപ്പോൾ തിരുവാതിര പുഴുക്കും അതുപോലെ തന്നെ കാർത്തിക പുഴുക്കും കഴിക്കണം എന്നുള്ളത് ഓണാട്ടുകരയിൽ ഒരു നിഷ്ഠയാണ്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് ഓണാട്ടുകരയിൽ അതൊരു നിഷ്ഠ തന്നെയാണ്. അതുതന്നെയാണ് അസ്ത്രവും. ഈ അസ്ത്രം ഞാൻ എവിടെയും വീട്ടമ്മമാരോടൊക്കെ പറയാറുണ്ട്, മാസത്തിൽ 1-2 പ്രാവശ്യം നമ്മൾ അസ്ത്രം ഉണ്ടാക്കി കഴിക്കാമെന്നുണ്ടെങ്കിൽ ഈ പല കാര്യങ്ങൾക്കും നമുക്ക് ഇപ്പോൾ സ്റ്റിറോയിഡ് അടക്കം രോഗപ്രതിരോധ ശക്തിക്കുള്ള ഏറ്റവും നല്ല ഉത്തമമായ ഒരു മരുന്നാണത്. അത് കഴിക്കണം, കൊടുക്കണം. പക്ഷേ അത് അരിയണം. ഇതിനകത്തിലെ ഇപ്പോഴത്തെ പുതിയ കാലത്തെല്ലാം നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് റെഡിമെയ്ഡായിട്ട് കിട്ടണം. നമുക്കിപ്പോൾ മാഗിയാണല്ലോ എല്ലാവർക്കും ഇഷ്ടം. കാരണം എന്താ, അങ്ങോട്ടിട്ട് ഒന്ന് ചൂടാക്കി ഇഞ്ഞെടുക്കാം. കാരണം എല്ലാം ശ്ലോകത്തിൽ കഴിക്കുക എന്നുള്ളതാണ് പുതിയ കാലത്തിൻ്റെ പ്രത്യേകത. ഇതല്ലല്ലോ. ഇപ്പോൾ ചേമ്പിൻ്റെ നമ്മളതിൻ്റെ തൊലി ചുരണ്ടി കളയണം. കപ്പയാണെങ്കിൽ അത് പുളിക്കണം. ഇങ്ങനെ ഇതിനെല്ലാം ഇത്തിരി, കാച്ചിലാണെങ്കിൽ അത് ചെത്തിക്കളയണം, ചേനയാണെങ്കിൽ ചെത്തണം. ചേന വൈദ്യനാണ് എന്നാണ്. ഇപ്പോൾ ഇവിയോൺ ടാബ്ലറ്റ് കഴിക്കുന്ന, ഇപ്പോൾ ഹോർമോൺ വ്യതിയാനം സംഭവിക്കുമ്പോൾ ഇവിയോൺ ടാബ്ലറ്റാണ്
നമ്മൾ സ്ത്രീകൾ കൂടുതലും കഴിക്കുന്നുണ്ട്. ഇപ്പം മിക്കവാറും എല്ലാ സ്ത്രീകളോട് ചോദിച്ചാലും ഒരു പക്ഷേ ഒരു പ്രായം കഴിയുന്നുണ്ടെങ്കിൽ EVN ടാബ്ലറ്റ് കഴിക്കാത്തവർ വളരെ ചുരുക്കമാണ്. ഡോക്ടർ കുറിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് അതാണ്. ഈ EVN ടാബ്ലറ്റിന് പകരമാണ് ചേന കഴിച്ചാൽ മതി. പഴയ കാലത്ത് ഈ ഗർഭശുശ്രൂഷ, ഇപ്പോൾ പ്രസവശേഷം നമ്മൾ സ്ത്രീകൾക്ക് കഴിക്കാൻ കൊടുക്കുന്ന 2 പ്രധാനപ്പെട്ട പലഹാരം ഉണ്ടായിരുന്നു. ഒന്ന് ഈ ചേന മെഴുക്കുവരട്ടി വെച്ച് ഇച്ചിരി നെയ്യൂടൊഴിച്ച് ഈ പ്രസവശേഷം ഏറ്റവും കൂടുതൽ നമ്മൾ സ്ത്രീകൾക്ക് കൊടുത്തിരുന്ന ഒരു ഭക്ഷണമാണ് ചേനയുടെ മെഴുക്കുവരട്ടി അല്ലെങ്കിൽ ചേന കൊണ്ടുള്ള കറി. ചേന വൈദ്യനാണ് എന്ന് പറയുന്നതിനകത്ത് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയും. കാരണം EVN ടാബ്ലറ്റ് കഴിക്കുന്നവർക്ക് ആ EVN ടാബ്ലറ്റ് മാറ്റാൻ കഴിയും എന്നാണ് ആ വൈദ്യശാസ്ത്രം പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പഴയ ആരോഗ്യശാസ്ത്രം പറയുന്നത്. ഇങ്ങനെ ഏത് കാര്യം എടുത്തു, ഇപ്പം ചേനത്തണ്ടും ചെറുപയറും വാഴക്കൂമ്പും വൻപയറും ഓണാട്ടുകാരിലെ ഒരു സ്ലോഗനാണത് ഭക്ഷണത്തിൻ്റെ. എന്താണ് വാഴക്കൂമ്പും വൻപയറും എന്ന് പറയുന്നത്? പുതിയ കാര്യമൊന്നുമല്ല. വാഴക്കൂമ്പ് കൃത്യമായിട്ട് അരിഞ്ഞതിന് ശേഷം അതിനകത്തിൽ വൻപയറൂടിട്ട് തോരൻ വെച്ച് കഴിച്ചാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു ബ്രഷ് പോലെ നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ഉപാപചയ പ്രക്രിയയിൽ അത് പ്രയോജനപ്പെടുകയാണ്. നമ്മളിപ്പോൾ ഈ പൊറോട്ടയാണല്ലോ കഴിക്കുന്നത് കൂടുതലും. കേരളത്തിൻ്റെ ഒരു പൊതുവായ ഭക്ഷണം ഏതാണ്, അല്ലെങ്കിൽ ജനകീയ ഭക്ഷണം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ അത് പൊറോട്ടയാണ്. അപ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ട, ഇപ്പോൾ കൊത്തു പൊറോട്ട ആയാലും ചില്ലി പൊറോട്ട ആയാലും കുട്ടികൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട പലഹാരം പൊറോട്ട തന്നെയാണ്. പക്ഷേ പൊറോട്ട പൂർണ്ണമായും ഒഴിവാക്കാനൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആളുകളുടെ ആഹാരശീലത്തെ മാറ്റിമറിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ അപകടത്തെ നമ്മൾ മനസ്സിലാക്കണം. എന്താണ്? കാരണം മൈദയാണ് സാധനം. അത് പണ്ട് നമ്മൾ പോസ്റ്റർ ഒട്ടിക്കാൻ എടുത്തിരുന്ന സാധനമാണ്. അതിനകത്ത് അല്പം ചൂടുവെള്ളം കൂടെ ഒഴിച്ച് പോസ്റ്റർ ഒട്ടിച്ചിരുന്ന സാധനമാണ്. ഇതേ സാധനമാണ് നമ്മൾ കഴിക്കുന്ന ആഹാരമാക്കി. അതിൻ്റെ കൂടെ ഒരു പൊറോട്ട കഴിച്ച് ഒരു പോസ്റ്റർ കൂടെ അങ്ങ് വിടാമെങ്കിൽ അതും അവിടെ ഒട്ടും. അപ്പോൾ ആ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ പറ്റിപ്പിടിക്കുന്ന നമ്മുടെ ആമാശയത്തിൻ്റെ ഭിത്തിയിൽ പറ്റുന്ന പലതിനെയും ഒരു ബ്രഷ് പോലെ അതുകൊണ്ടാണല്ലോ നാര് കൂടുതലുള്ള ഭക്ഷണം കഴിക്കണമെന്ന് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നത്. അതുകൊണ്ടാണ് ഇത് എത്രയോ കാലത്തിന് മുമ്പ് പുതിയ വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനൊക്കെ മുമ്പേ നമ്മുടെ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ചിന്തിച്ചിരുന്നു. അതുകൊണ്ടാണ് ഒരൊറ്റ വാഴക്കൂമ്പും വാഴപ്പിണ്ടിയും നമ്മുടെയൊക്കെ നാട്ടിൽ വെറുതെ കളഞ്ഞിരുന്നില്ലല്ലോ. അത് മുഴുവൻ ഭക്ഷണത്തിൻ്റെ ഭാഗമാകുമായിരുന്നു. അപ്പം ഇത് തന്നെയാണ് ചേനത്തണ്ടും ചെറുപയറും. ചേനത്തണ്ടും ഇതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചെറുപയറൂടെ ചേർത്ത് നമ്മൾ തോരൻ വെച്ച് കഴിച്ചിരുന്നു. പിന്നെ മുതിര. ഇപ്പം ഓണാട്ടുകരയുടെ ഏറ്റവും വലിയ ഉത്സവം എന്ന് പറയുന്നത് ചെട്ടികുളങ്ങര കുംഭഭരണിയാണ്, കെട്ടുത്സവം. ഒരുപക്ഷെ ലോകത്തിൻ്റെ തന്നെ അതിശയങ്ങളിൽ ഒന്നായിട്ട് ഇന്നിപ്പം യുനെസ്കോ പോലും പറയുന്ന ഏറ്റവും സവിശേഷമായ ഉത്സവമാണ്. ഓണാട്ടുകരയുടെ നടുമുറ്റമാണ് ചെട്ടികുളങ്ങര. ഇപ്പോൾ അവിടുത്തെ ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയ തനിമയെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭക്ഷണം കൂടിയാണ്. ഇപ്പോൾ കുതിരമൂട്ടിൽ കഞ്ഞി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭക്ഷണ സംസ്കാരത്തെ വിളിച്ചോതുന്ന ഒരു വലിയ നന്മയാണ്. 10 ദിവസവും, കാരണം അവിടെ എല്ലാ ദിവസവും മുതിരപ്പുഴുക്കുണ്ട്. എന്താണ് മുതിര? ഏറ്റവും കൂടുതൽ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്ന ഒന്നാണ് മുതിര. കുതിരയുടെ ഭക്ഷണമാണ്. അപ്പോൾ അത് അവിടെ കുതിര കെട്ടുന്നവർക്ക് ആരോഗ്യദായകമായ അവരുടെ എനർജി നിലനിർത്തുന്നതിന് വേണ്ടി കൊടുത്തിരുന്ന ഭക്ഷണമാണ്, കഴിച്ചിരുന്ന ഭക്ഷണമാണ്. അപ്പോൾ അതിലില്ലാത്തതായി ഒന്നുമില്ല. അപ്പോൾ അത് കഴിക്കുമ്പോൾ നമുക്ക് ശരീരത്തിന് ആവശ്യമായ എല്ലാ സൂക്ഷ്മ മൂലകങ്ങളും കിട്ടുകയാണ്. എല്ലാ ആൻറ്റി ഓക്സിഡൻസും നമുക്ക് രോഗപ്രതിരോധ ശക്തിക്കുള്ള ഒരു മരുന്നായിട്ടത് പ്രതിപ്രവർത്തിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഓണാട്ടുകരയുടെ ഭക്ഷണത്തിൽ അസ്ത്രം കഴിക്കണം എന്ന് പറയുമ്പോഴും, മുതിരപ്പുഴുക്ക് കഴിക്കണമെന്ന് പറയുമ്പോഴും, വാഴക്കൂമ്പും വൻപയറും കഴിക്കണമെന്ന് പറയുമ്പോഴും, ചേനത്തണ്ടും ചെറുപയറും കഴിക്കണമെന്ന് പറയുമ്പോഴും ഒക്കെ അതിനകത്തിൽ ഭക്ഷണത്തിൻ്റെ ഒരു വലിയ നന്മയുണ്ട്. അതൊരു പുതിയ കാലത്തെ ആരോഗ്യശാസ്ത്രവും അത് ശരിവയ്ക്കുകയാണ്. മാത്രമല്ല, ഇപ്പം ഓണാട്ടുകരലിലെ ഒരു പഴയ രീതി എന്ന് പറഞ്ഞാൽ ഒരു മുറവുമായിട്ട് നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങി, അല്ലെങ്കിൽ നമ്മളിപ്പോൾ അവിടെ പറയുന്ന അയ്യത്തോട്ട് പോകുക എന്നാണ്. അയ്യത്തോട്ട് ഇറങ്ങിയിട്ട് തിരിച്ചു വരുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു നേരത്തെ ഭക്ഷണത്തിന് ആവശ്യമായ കൂട്ടാൻ വയ്ക്കാൻ വേണ്ട എല്ലാ സാധനങ്ങളുമായിട്ടായിരിക്കും അമ്മയോ അമ്മുമ്മയോ തിരിച്ച് പറമ്പിൽ നിന്ന് വരുന്നത്. കാരണം അതിനകത്തിൽ ഒരു ചേമ്പിൻ താള് കാണും, അതിനകത്തിലൊരു കൂമ്പ് കാണും, അല്ലെങ്കിൽ 2 കാച്ചിൽ കൈക്ക കാണും, അല്ലെങ്കിൽ ഒരു ചേനത്തണ്ട് കാണും. എന്തെങ്കിലും നമ്മുടെ ഉച്ചക്കലത്തെ ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ ഈ പറമ്പിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നിരുന്നു. അതായിരുന്നു പോഷകസമ്പുഷ്ടമായ ഒരു ഭക്ഷണ സംസ്കാരം ഓണാട്ടുകരയിൽ നിലനിന്നിരുന്നു എന്ന് പറയുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. താളും തകരയും മുമ്മാസം, ചേനയും ചേമ്പും മുമ്മാസം, ചക്കയും മാങ്ങയും മുമ്മാസം, അങ്ങനെ ഇങ്ങനെ മുമ്മാസം. 12 മാസത്തെ 4 ഭക്ഷണ രീതിയുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഋതുബദ്ധമായ, അതായത് ഓരോ ഋതുക്കളിലും ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട, ഇപ്പോൾ ചക്കയുള്ള സമയത്താണെങ്കിൽ ചക്കയുടെ സീസണിൽ ചക്ക ഭക്ഷണത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായി മാറുന്നു. മാങ്ങയുള്ള സമയമാണെങ്കിൽ നമ്മൾ മീനിനകത്ത് പോലും മത്സ്യം കൂട്ടാൻ വയ്ക്കുമ്പോൾ പോലും നമ്മൾ ഇപ്പം മത്തി കൂട്ടാൻ വയ്ക്കുമ്പോൾ നമ്മൾ അതിനകത്തിൽ മാങ്ങ കൂടി ഇടാറുണ്ട്, മത്തിയും മാങ്ങായും കൂടി ഇട്ടെടുക്കാറുണ്ട്. അപ്പം
ഋതുബദ്ധമായ ഓരോ ഋതുക്കളിലും ഏതാണോ നമുക്ക് സുലഭമായി കിട്ടുന്ന കാർഷിക വിള, ഇപ്പോൾ അത് ചേനയാകട്ടെ, ചേമ്പാകട്ടെ, കാച്ചിലാകട്ടെ, എന്തും അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭക്ഷണ സംസ്കൃതിയെക്കുറിച്ചാണ് അവിടെ പറഞ്ഞത്. പിന്നെ അങ്ങനെ ഇങ്ങനെ മുമ്മാസം എന്ന് പറയുന്നത് നമ്മുടെ വിദിനം കർക്കിടക മാസമാണ്. ആ സമയത്ത് ഇപ്പോൾ ആഞ്ഞിലിയുടെ കുരു വറുത്ത് നമ്മൾ ഈ കപ്പലണ്ടി വറക്കുന്ന പോലെ ഞാൻ കഴിച്ചിട്ടുണ്ട്. നമ്മൾ കപ്പലണ്ടിയേക്കാൾ രുചിയുണ്ട് ആഞ്ഞിലിച്ചക്കയുടെ കുരുവിന്. അപ്പോൾ അങ്ങനെ ഈ മിഥുനം കർക്കിടക മാസമാകുമ്പോൾ കർക്കിടക ചേമ്പെന്ന് പറയുന്ന ഒരു ചേമ്പുണ്ട് നമ്മുടെ ഭാഗത്തൊക്കെ, താമരക്കണ്ണൻ ചേമ്പ്, കർക്കിടക ചേമ്പ്. ഇത് ആ സമയത്ത് ഈ നമ്മൾ അസ്ത്രം ഉണ്ടാക്കാനൊക്കെ ഈ ചേമ്പാണ് ഉപയോഗിക്കുന്നത്. ചേമ്പിൻ്റെ തണ്ടും, അതായത് അതിൻ്റെ താളും എടുക്കും. താളെന്ന് പറഞ്ഞാൽ അതിൻ്റെ തണ്ട്, അതിൻ്റെ ഇല, ആ ചേമ്പിൻ്റെ നല്ല ഇലയെടുത്ത് നമുക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ ഗുണപരമായ ഒന്നാണ് ചേമ്പിൻ്റെ താളും. ഒരുപക്ഷെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ക്യാബേജിനേക്കാൾ ഒരുപക്ഷെ ഇൻ്റർനാഷണൽ യൂണിറ്റ് കണക്കാക്കുകയാണെങ്കിൽ പോഷകസമ്പുഷ്ടമാണ് നമ്മുടെ താള്, ചേമ്പിൻ്റെ താള്. അപ്പോൾ ആ ഋതുബദ്ധമായ ഒരു ഭക്ഷണമാണ് മലയാളിക്ക് വേണ്ടത്. അതാണ് ഒന്നും പണം കൊടുത്ത് വെളിയിൽ നിന്ന് വാങ്ങുന്ന ഒരു ഭക്ഷണ സംസ്കാരമല്ല വേണ്ടത് എന്ന് ഈ 4 വരിയിലൂടെ പറഞ്ഞു വെക്കുകയാണ്. വളരെ കൃത്യമാണത്, അതിനകത്തിലൊന്നും ഒരു മാറ്റവുമില്ല. കാരണം അതൊക്കെ പുതിയ കാലത്തും പ്രസക്തമാണ്. പക്ഷേ നമ്മളിൽ എത്ര പേർ അത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൺ ദ ഡോട്ട് മീഡിയ.